ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടു. ഞാൻ ലാലുവിൻ്റെ ചിത്രങ്ങൾ ഞാൻ അങ്ങോട്ട് ലാലിനോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ലാലു പറയണമെന്ന് വെച്ചാൽ നമ്മളൊരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ ആ കഥ അതിൻ്റെ തിരക്കഥയും സംഭാഷണമെല്ലാം പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം ഇത് ഏത് രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മീശമാധവൻ ട്രീറ്റ് ചെയ്ത രീതിയല്ല അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന ചിത്രത്തിൽ, അതുപോലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഇമ്മാനുവൽ എന്ന് പറയുന്ന ചിത്രത്തിൽ, അതുപോലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല മറ്റ് ചിത്രങ്ങളിലെല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ലാലു പറഞ്ഞത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ലാലിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രത്യേകത ആയിരിക്കും ജനങ്ങൾ രണ്ടും ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷാജി കൈലാസ് എന്ന് പറയുന്നൊരു വലിയ ഡയറക്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഒരു പക്ഷേ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ആക്ഷൻ ഫിലിം അങ്ങനത്തെ ഒരു ടേക്കിങ്സ് ഒന്നും ശരിക്കും സത്യേട്ടൻ്റെ പടത്തിൽ വേണ്ട. പക്ഷേ സത്യേട്ടൻ്റെ ഇതായിട്ടുള്ളൊരു പാറ്റേണിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ അല്ല ലാലു എല്ലാ ടൈപ്പ് ചിത്രങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മുല്ല എന്ന് പറയുന്ന ചിത്രം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിത്രമാണ് മുല്ല. അതുപോലെ തന്നെ അദ്ദേഹം ആദ്യം ചെയ്ത ചിത്രം ആദ്യം ചെയ്തത് മറ്റേ എന്താണ് മറവത്തൂർ കനവ് തന്നെ ഒരു ശരിക്കും ലാലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഗ്രാമം എന്ന് പറയുന്നത് ലാലുവിൻ്റെ അതിൻ്റെ ഒരു ഭംഗി ഒട്ടും കളയാതെ ഒപ്പിയെടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അത് ലാലുവിൻ്റെ ചില ചിത്രങ്ങൾ ഗ്രാമങ്ങളിൽ പറയുന്ന സബ്ജക്റ്റുകൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പറയുന്ന ചിത്രങ്ങളിലെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ചിത്രം തന്നെ നമുക്ക് പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടി ഇനിയിപ്പോൾ അവിടെ കുട്ടനാടിൽ ഒരു ഫ്രെയിം പോലും അവിടെ ഒപ്പിയെടുക്കാനില്ല, അതുപോലെ പകർത്തിയ ആളാണ്. അപ്പോൾ ലാലുവിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം, പ്രേക്ഷകർക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ട. എല്ലാ സബ്ജക്റ്റുകളും അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ആ കഥയ്ക്കനുസരിച്ചുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇല്ല, അതായത് ദിലീപ് ഹരിശ്രീ മിമിക്സ് പരേഡിൽ ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ തുടങ്ങി ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. അതിനു മുമ്പേ ദിലീപിനെ എനിക്കറിയാം, ദിലീപ് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഹരിശ്രീയിൽ വന്നതിന് ശേഷം ഒരുപാട് കഴിവുള്ള ഒരാളാണ് ദിലീപ്. അന്നും ഒരു ഐറ്റം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ ഒരു വേലക്കാരനായിട്ട് വരികയാണെങ്കിലും അത് സ്റ്റേജിലൊരു വേലക്കാരനായിട്ട് വന്നാലും അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വേലക്കാരൻ്റെ വേഷം എന്തായിരിക്കണം, അത് ഒരു കള്ളിമുണ്ടാണോ ഒരു തോർത്തുമുണ്ടാണോ, അതൊക്കെ അന്നും അതിൻ്റേതായുള്ളത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും പെർഫെക്ഷൻ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആർട്ടിസ്റ്റായിരുന്നു. അന്ന് ഞാനൊക്കെയാണ് അതിൽ ലീഡ് ചെയ്ത് കളിക്കുന്നതെങ്കിലും സിനിമാ നടന്മാരെ അനുകരിക്കാനായിട്ടാണ് ദിലീപിന് ആദ്യം വരുന്നത്. അന്ന് ഞാൻ വരെ ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ സിനിമാ നടന്മാരെ ആ സൗണ്ടെല്ലാം ഞാൻ നിർത്തിയിട്ട് ദിലീപിനെ കൊണ്ട് പറയണം. എന്നേക്കാൾ പെർഫെക്റ്റായിട്ട് പറയുന്നുണ്ട് ദിലീപ്, അതുകൊണ്ട് ദിലീപിനെ കൊണ്ട് പറയിപ്പിച്ചു. അന്ന് പറഞ്ഞ പോലെ ദിലീപിനെ ത്രൂ ഔട്ട് അതിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹങ്ങളും എല്ലാത്തിലും ഫുൾ ടൈം അതിന് ആക്റ്റീവായിട്ട് നിൽക്കുകയും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇവൻ്റെ ഒരു ആത്മാർത്ഥത നമ്മൾ ഭയങ്കരമായിട്ട് അടുപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാലും ആ ഐറ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ പറയാനും, അവിടെ നിന്നൊരു കൗണ്ടർ പറയുമ്പോൾ തിരിച്ചൊരു കൗണ്ടർ പറയാം. ഇങ്ങനെ ഈ ഐറ്റം ഇങ്ങനെ വളർന്ന് ഒരു വലുതായിട്ട് ഇങ്ങനെ വലിയൊരു വൃക്ഷം പോലെ ആയിത്തീരും. അത് വെട്ടി ചെറുതാക്കിയാണ് ഒരു ഐറ്റം ഉണ്ടാക്കണം. അത് പിൽക്കാലത്ത് സിനിമയിൽ വന്നപ്പോഴും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ നിന്നുണ്ടായ മാനസിക പൊരുത്തം തന്നെയാണ് സിനിമയിലും കുറേയൊക്കെ വർക്കൗട്ടാകാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊരു ഡയലോഗ് വൈസ് അങ്ങനെ അധികം വേണ്ടി വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് സിറ്റുവേഷൻ ആക്ഷൻസ് അങ്ങനെ ഒരു സംഭവമാണ്. ഇതിൻ്റെ അകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു പറക്കും തളിക പോലത്തെ അല്ലെങ്കിൽ ഒരു പഞ്ചാബി ഉത്സവം പോലത്തെ ഒരു കോമഡി ഇതിൻ്റെ അകത്ത് പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഇതിൻ്റേതായ രീതിയിലാണ് ഇതിൽ നമ്മൾ കോമഡി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും വളരെ പൊട്ടിച്ചിരിക്കാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഇതിൽ. വളരെ ഒതുങ്ങി വളരെ ലിമിറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ളതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ലാലു അത് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. നമുക്ക് ഇത്ര മതി, നമുക്ക് പുള്ളിപ്പുലികളിൽ ചെയ്ത പോലെ വേണ്ട, അല്ലെങ്കിൽ മീശവാതിൽ ചെയ്തത്ര വേണ്ട, അല്ലെങ്കിൽ പഞ്ചാബി ഹൗസ് ചെയ്തത്ര വേണ്ട, നമുക്ക് ഇത്ര മതി ഇതിനകത്ത് അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ട്രാക്കിലേക്ക് വന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓക്കെ ആവും. അങ്ങനെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ പടത്തിൽ നമ്മൾ കോമഡി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതലും നമുക്ക് പ്രേമത്തിന് അടിസ്ഥാനമായിട്ടൊരു സംഭവം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 7 രാത്രികൾ കൊണ്ട് 7 രാത്രി കഴിഞ്ഞ് കല്യാണം നടക്കേണ്ട ഒരാൾ അത്രയും വലിയൊരു പ്രശ്നത്തിൽ വന്ന് ചാടിയിട്ട് അത് ഉപേക്ഷിക്കാൻ വേണമെങ്കിൽ തീരുമാനിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പക്ഷേ അവിടെ ആത്മാർത്ഥമായ പ്രേമത്തിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ കഥ. അതൊരിക്കലും ഈ സിനിമ കണ്ടവൻ സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരാളും പിരിയില്ല. അതാണ് ഈ സിനിമ.
അങ്ങനെയൊന്നുമില്ല. അതായത് നായകനായിട്ട് അഭിനയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അനിൽ ബാബുവിൻ്റെ ഒരു പടത്തിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കുസൃതി എന്ന് പറഞ്ഞ പടം. അത് ഉണ്ണിയേട്ടൻ, കിരീട ഉണ്ണിച്ചേട്ടൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യണം. അതൊരു തമാശ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നൊമ്പരങ്ങളുണ്ട് കുറേ. ഒരുപാട് എൻ്റെ കഥയ്ക്കൊരു നൊമ്പരമുണ്ട്. പിന്നെ അത് ഹ്യൂമർസിലാണ് പറയണത് ആ കഥ. അതിന് ഉണ്ടായ കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് ആ പടം ഇറങ്ങിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ ചെയ്ത ആകാശം തന്നെ, അത് വളരെ സീരിയസ് ആണ്. അതൊക്കെ അന്ന് സംഭവിച്ചു പോകുന്നതാണ്. കാരണം അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹരിശ്രീ അശോകൻ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൊന്നുമല്ല. ഒരു നായകൻ്റെ അതൊരു കോമഡി ക്യാരക്ടറായിരുന്നു. ചിലപ്പോൾ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇറങ്ങുന്ന സമയങ്ങളും അതിൻ്റേതായ രീതികളൊക്കെ ഉണ്ട്. അതെങ്ങനെ ഇറക്കണം, മാർക്കറ്റിങ്ങൊക്കെ ഭയങ്കര പ്രോബ്ലമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇനി അങ്ങനെ ഒരു നായക വേഷം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ഹ്യൂമറായിട്ടുള്ളൊരു വേഷം ഞാൻ ചെയ്യുള്ളൂ.